نحمد الله العظيم ونصلي ونسلم على حبيبه الكريم سيدنا محمد وعلى آله وصحبه ومن ساروا على نهجه القويم أما بعد ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരന്മാരെ, അല്ലാഹു നമുക്കെല്ലാവർക്കും ഖൈറ് ബറക്കത്തുകൾ വർദ്ധിപ്പിച്ചു നൽകട്ടെ. സ്വന്തത്തിലും കുടുംബത്തിലും കൂട്ടുകാരിലും സമൂഹത്തിലും അല്ലാഹു തആല അഭിവൃദ്ധിയും ഐശ്വര്യവും സന്തോഷവും നിറയെ നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ജീവിത പ്രയാണത്തിൽ നമ്മുടെ കടമകടപ്പാടുകളിൽ അത്യുത്തമമായ അല്ലാഹുവുമായി ബന്ധപ്പെട്ടുള്ള ഹക്കിടപാടുകളിൽ വളരെ പ്രധാനപ്പെട്ടതാണ് പ്രാർത്ഥന. അല്ലാഹുവിനോട് ചോദിക്കുക. ഈ ദുആയിൽ നമ്മൾ കാണിക്കേണ്ട അശ്രദ്ധയും, നമ്മൾ കാണിച്ചു പോകുന്ന അശ്രദ്ധയും അലസതയും, അതോടൊപ്പം നമ്മൾ ദുആയിൽ കാണിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു മര്യാദ, അത് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഈ ക്ലാസ് ഉപയോഗപ്പെടുത്തുന്നത്. അത് സാധാരണ നമ്മൾ ചെയ്തു വരുന്നത് തന്നെയാണ്. പക്ഷെ ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നതാണെങ്കിൽ പോലും അതിന്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് ചെയ്യുക എന്നുള്ളത് ചിലപ്പോൾ ഒക്കെ നഷ്ടപ്പെട്ടു, ചിലപ്പോൾ നമുക്ക് മാറും. അപ്പൊ ഞാനിതിങ്ങനെ കിതാബ് വായിച്ചു പോകുമ്പോൾ എന്നെ വല്ലാതെ കൂടുതൽ ആകർഷിച്ച ഒരു ഉപമ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്. അത് പ്രത്യേകമായി നിങ്ങളുടെ ശ്രദ്ധയിലും പെടുത്തുകയാണ്. أخرج البزار والأصبهاني عن جابر بن عبد الله رضي الله عنه قال قال رسول الله صلى الله عليه وسلم. ജാബിർ ബിൻ അബ്ദുള്ള എന്ന സ്വഹാബിയെ തൊട്ട് ഉദ്ധരിക്കുന്ന ഒരു വചനം തിരുനബി പറഞ്ഞത് എന്താണെന്നറിയോ? ലാ തജ്അലൂനി കഖിദഹിർ റാകിബ. അവിടുന്ന് പറയാണ്, നിങ്ങൾ എന്നെ ഒരു യാത്രക്കാരന്റെ പാത്രം പോലെയാക്കരുത്. റസൂലുള്ളാഹി തങ്ങളുടെ ഉപദേശമാണ് ഉമ്മത്തിനോട്. നിങ്ങൾ എന്നെ യാത്രക്കാരന്റെ പാത്രം പോലെ ആക്കരുത്. എന്തായിരിക്കും ആ ഉമ്മയുടെ താല്പര്യം? അതുമല്ല, റസൂലുള്ളാഹിക്ക് എന്തോ കൊടുക്കേണ്ട പരിഗണന കൊടുക്കാതെ പോകരുത് തന്നെയാണ് അതിന്റെ ചുരുക്കം. ഈ ഉപമ എന്താണത്? യാത്രക്കാരന്റെ പാത്രം പോലെ നിങ്ങൾ എന്നെ ആക്കരുത് എന്ന് പറഞ്ഞാൽ പരിഗണിക്കേണ്ടതുപോലെ പരിഗണിച്ചേ മതിയാകൂ എന്നാണല്ലോ അവിടുന്ന് പറയുന്നത്. എന്നിട്ട് പറയാണ് അവിടെ വിശദീകരണം, ഇന്ന റാകിബ, ഒരു യാത്രക്കാരൻ, യംലഉ ഖിദഹു, അവന്റെ പാത്രം അവൻ നിറക്കും, വെള്ളം നിറക്കും, വയളഉഹു, അവന്റെ ഭാണ്ഡത്തിൽ തന്നെ അത് വെക്കും, ഫഇൻ ഇഹ്താജ ഇല ശുർബി, കുടിക്കണം എന്ന് തോന്നുമ്പോൾ ശരിബ, അതിൽ നിന്ന് എടുത്ത് കുടിക്കും, ഔ ഇലൽ വുദൂഇ, ഒളു എടുക്കണമെന്ന് തോന്നിയാൽ തവദ്ദ, അതിൽ നിന്ന് ഒളു എടുത്ത് നിസ്കരിക്കും, ഇല്ല ഇത് രണ്ടുമല്ലെങ്കിൽ അതങ്ങ് ഒഴിച്ചാവും. ആ പാത്രത്തിൽ വെള്ളം ഒഴിക്കും. യാത്രയുടെ നമ്മൾക്ക് ചെയ്യുന്നല്ലേ, കുപ്പിയിലെ വെള്ളം ചിലപ്പോൾ നമ്മൾ കുടിക്കും, പിന്നെ ചിലപ്പോൾ ആ കുപ്പിയിലെ വെള്ളം ബാക്കിയുണ്ടാവും, അതോടുകൂടി വലിച്ചെറിയും അല്ലെങ്കിൽ മറിച്ചാവും. വാസ്തവത്തിൽ വെള്ളത്തിന് വളരെ പ്രാധാന്യമുണ്ട്. അതൊരു തുള്ളി പോലും പോയി പോകാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പക്ഷെ മനുഷ്യൻ നിന്ന് ഏറ്റവും കൂടുതൽ പാഴാക്കുന്നത് വെള്ളമാണ്. അത് വേറെ ഏതോ ആവട്ടെ, യാത്രക്കാരന്റെ പാത്രം അവൻ വെള്ളം നിറച്ച് യാത്ര പോകുമ്പോൾ കൊണ്ടുപോകും, ആവശ്യമാകുമ്പോൾ കുടിക്കും, ഒതുകൊടുക്കണം തോന്നിയോ ഒതുകൊടുക്കും, അല്ലെങ്കിൽ അത് തൂത്ത് കളയും. ഇതാണ് അവൻ ചെയ്യാൻ. ഇതുപോലെ നിങ്ങൾ എന്നെ ആക്കരുത്. എന്നാലും നമുക്ക് അതിന്റെ ആശയം മനസ്സിലായിട്ടില്ല എന്താണ്. ഇനി പറയട്ടെ, മറിച്ച് നിങ്ങൾ എന്നെ ആക്കുക. വിധങ്ങൾ പറയാം, യാത്രക്കാരന്റെ പാത്രം പോലെ ആക്കരുത്, മറിച്ച് എന്നെ നിങ്ങൾ ആക്കണം. ഫി അവ്വലി ദുആ, ദുആഇന്റെ ആദ്യത്തിലാക്കണം. വ ഔസതിഹി, അതിന്റെ നടുവിലും ആക്കണം എന്നെ. വ ആഖിരിഹി, ദുആഇന്റെ അവസാനത്തിലും ആക്കണം എന്നെ. അങ്ങനെ ദുആക്കുമ്പോൾ ആദ്യത്തിലും വേണം, നടുവിലും വേണം, ഒടുവിലും വേണം. ആരെ പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയുന്നത്. അഥവാ തിരുനബിയുടെ മേലിലുള്ള സ്വലാത്ത് ദുആഇന്റെ ആദ്യത്തിലും വേണം, നടുവിലും വേണം, ഒടുവിലും വേണം. അങ്ങനെ ആയാലാണ് സമ്പൂർണമായി സത്യവിശ്വാസി
സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കൊടുക്കേണ്ട പരിഗണന കൊടുത്തു എന്ന് പറയാൻ പറ്റുള്ളൂ. നമ്മൾ എത്ര ദുആയിരുന്നു പോകുന്നു. പക്ഷെ ഏത് ദുആവും സ്വീകരിക്കപ്പെടണമെങ്കിൽ അതിന്റെ തുടക്കത്തിൽ ഹംദ് വേണം, പിന്നീട് സ്വലാത്ത് വേണം. അതുപോലെ ആ ദുആ അവസാനിക്കുമ്പോൾ സ്വലാത്ത് ചൊല്ലി ഹംദോട് കൂടി അവസാനിക്കണം. അതാണ് അതിപ്രധാനം. ആ അതിപ്രധാനമായ രൂപമാണ് ഈ ജമാഅത്ത് നിസ്കാരത്തിന്റെ അനന്തരമുള്ള ദുആകൾക്കൊക്കെ നമ്മൾ സ്വീകരിച്ചു വരാറുള്ളത്. കാരണം ഈ ഫർദ് നിസ്കാരത്തിന്റെ ശേഷം ഒരുപാട് ആളുകൾ പല ആവശ്യങ്ങളുള്ളവരാണ്. അത് പരിഗണിച്ചുകൊണ്ട് തന്നെ വളരെ ചെറിയ ദുആയാണ് നിസ്കാരാനന്തരം നമ്മൾ ദുആ എടുക്കുക. ആ ദുആന്റെ എത്ര ചെറിയ ദുആയാണെങ്കിലും ആ ദുആയുടെ തുടക്കത്തിലും ഒടുക്കത്തിലും ഹംദും സ്വലാത്തും നിർവഹിക്കുന്നുണ്ട്. എന്നാൽ നിങ്ങളുടെ ശ്രദ്ധയിൽ തന്നെ പെട്ടിട്ടുണ്ടാവും, വീടുകളിലെ പരിപാടിക്ക് ഫംഗ്ഷനൊക്കെ വന്ന് ദുആ എടുക്കുമ്പോൾ കുറച്ച് ദുആ അങ്ങോട്ട് എത്തിയാൽ പിന്നെ വീണ്ടും സ്വലാത്ത് വരാം. اللهم صل على سيدنا محمد النبي الأمي وعلى آله وصحبه وأتباعه وأزواجه എന്നൊക്കെ പറഞ്ഞു ദുആക്കുന്നത് കേട്ടിട്ടില്ലേ? നടുവിലെ ദുആ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ മാതൃഭാഷയിൽ കുറച്ച് ദുആയിരുന്നു, പിന്നെ ലാസ്റ്റ് പിന്നെയും സ്വലാത്ത് ചൊല്ലുന്നു. അതാണ് അതിന്റെ മര്യാദ. അപ്പൊ ആദ്യത്തിലും സ്വലാത്ത് വന്നു, നടുവിലും വന്നു, ഒടുവിലും വന്നു. അങ്ങനെ ദുആക്കണം. ഇനി അതല്ല, വളരെ ഷോർട്ടായിട്ട് ചെറിയ ദുആക്കാണ് നിസ്കാരത്തിന്റെ ശേഷമുള്ള ജമാഅത്തിന്റെ ദുആ പോലെ. എന്നാൽ പിന്നെ ആദ്യത്തിലും അവസാനത്തിലും ഹംദു സ്വലാത്ത് ചെയ്യുക. എന്നാൽ ആ കാര്യം നിർവഹിക്കപ്പെടും. ഈ യാത്രക്കാരന്റെ വിശദീകരണം ഞാനൊരു സ്ഥലത്ത് കണ്ടു. യാത്രക്കാരൻ ചെയ്യൽ എന്താന്ന് വെച്ചാൽ സാധാരണ അവന്റെ ലഗേജ് എടുക്കുമല്ലോ, ആ ലഗേജിന്റെ ലാസ്റ്റാണ് ഓനത് കെട്ടിത്തൂക്കുക. പണ്ട് കാലത്തുള്ള യാത്രയുടെ ഭാണ്ഡവും ഒക്കെ ഒന്ന് പരിശോധിച്ച് നോക്കുക. ഒട്ടകപ്പുറത്ത് യാത്ര ചെയ്യുന്നവരുണ്ടാവും, അതുപോലെ കുതിരപ്പുറത്ത് പോകുന്നവരുണ്ടാവും. ഒട്ടകപ്പുറത്ത് ഇരിക്കാൻ ചില പ്രത്യേകമായിട്ടുള്ള ഒരു സീറ്റ് സംവിധാനിച്ചിട്ടുണ്ടാവും. അതിന് ഒട്ടക കട്ടിലെന്ന് പറയും, അതിനും റഹൽ എന്ന അറബിയിൽ പറയും. യാത്രക്കാരനെടുക്കുന്ന ബാഗേജ് ഉണ്ടല്ലോ, അതിന്റെ സാധന സാമഗ്രികൾ, അതിനും റഹൽ എന്ന് പറയും. എന്നാൽ അതിന്റെ ഏറ്റവും ലാസ്റ്റ് കൊണ്ടുപോയിട്ട് അവസാനം കൊണ്ടുപോയി വെക്കുന്നതാണ് ഈ വെള്ളത്തിന്റെ പാത്രം. അതുകൊണ്ട് ചുമന്ന് നടക്കും. ആവശ്യം വരുമ്പോൾ എടുത്തിട്ട് പിന്നെ അവിടെ വെക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യത്തിന് അവനത് ചെയ്യും. ഇങ്ങനെ ഒരു ചെയ്യുന്ന രീതിയുണ്ട്. അതാണ് ഇവിടെ പറഞ്ഞത്. ഈ യാത്രക്കാരന്റെ പാത്രം പോലെ ആവശ്യമാകുമ്പോൾ തോന്നുമ്പോൾ എടുത്ത് ഉപയോഗിച്ചിട്ട് പിന്നെ എറിയുന്ന രൂപത്തിൽ അല്ലെങ്കിൽ ഒഴിച്ചു കളയുന്ന രൂപത്തിൽ അങ്ങനെയല്ല. അതിനൊരു പ്രത്യേക പരിഗണന കൊടുക്കണം. നമ്മളെ വെള്ളപാത്രം എവിടെയാണുള്ളത്? ബാഗ് സംവിധാനിക്കുമ്പോൾ ബാഗിന്റെ രണ്ട് സൈഡ് ചെറിയ ഒരു ഹാഫ് കവറുകൾ അതിൻ്റെ ഉള്ളിൽ ഇറക്കി വെക്കല. ലഗേജിന്റെ ഉള്ളിലല്ല, പുറത്താണ് വെള്ളപാത്രം അല്ലേ? എന്നാൽ ഇതുപോലെ ഒരു പരിഗണന കുറയുന്ന രൂപത്തിലായി പോകരുത് ഏത് സ്വലാത്ത് തന്നെ. അപ്പോ അള്ളാഹുവിന്റെ ദൂതർ ഓർമ്മപ്പെടുത്തി, നിങ്ങൾ അതുപോലെ ചെയ്യരുത്. യാത്രക്കാരന്റെ പാത്രം പോലെ ആക്കാതെ ഒരു പരിഗണനയോടുകൂടി തന്നെ നിങ്ങൾ നിർവഹിക്കണം. ദുആഇന്റെ ആദ്യത്തിലും എന്നെ നിങ്ങളാക്കണം, നടുവിലും എന്നെ നിങ്ങളാക്കണം, അവസാനത്തിലും എന്നെ നിങ്ങളാക്കണം എന്നാണ്. അപ്പോ ദുആഇന്റെ മര്യാദയിൽ ഈ 3 സ്ഥലത്ത് സ്വലാത്ത് ചൊല്ലേണ്ടതുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹുവിന്റെ അടുക്കലുള്ള പരിഗണനയും സ്ഥാനവും ബഹുമാനവും എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കണം. ഇതെല്ലാം കീപ്പ് ചെയ്യാൻ മുസ്ലിം വിഭാഗങ്ങളുടെ കൂട്ടത്തിൽ സുന്നി വിശ്വാസികൾക്ക് മാത്രമേ അതെല്ലാം കീപ്പ് ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയൂ. ചില ആളുകൾക്ക് റസൂൽ എന്ന് പറഞ്ഞാൽ തന്നെ അത് മക്കത്ത് ജനിച്ച് മദീനത്ത് മരിച്ച് അള്ളാഹ് ഏൽപ്പിച്ച ഉത്തരവാദിത്വം നിർവഹിച്ചു പോയ ആൾ എന്നുള്ളതിൽ കവിഞ്ഞ് ഒരു പരിഗണനയോ പ്രാധാന്യമോ കൊടുക്കാത്ത രൂപത്തിലുള്ള വിശ്വാസവും ചിന്തകളൊക്കെയാണ്. അത് നമുക്ക് ഭൂഷണമല്ല, അത് ആഖിറത്തിലേക്ക് വിജയം കിട്ടാൻ സാധിക്കില്ല എന്നുകൂടി ഇതിൽ നിന്ന് മനസ്സിലാക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും നമ്മുടെ ഈമാൻ ശക്തിപ്പെടുത്തി തരട്ടെ. നബിയോടുള്ള മഹബത്ത് നമ്മളിൽ വർദ്ധിപ്പിച്ചു തരട്ടെ. അവിടുത്തെ ശഫാഅത്ത് നമുക്കും നമ്മോട് ബന്ധപ്പെട്ടവർക്കും എല്ലാം അല്ലാഹു നൽകട്ടെ. അവിടുത്തോടൊപ്പം സ്വർഗ്ഗത്തിൽ അല്ലാഹു നമ്മളെല്ലാവരെയും ബന്ധപ്പെട്ടവരെയും ഒരുമിച്ച് കൂട്ടി തരട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.